നമസ്കാരം, എല്ലാവർക്കും വേ ടു പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. റിപ്പീറ്റഡായി പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ന് നമുക്ക് ഭൂപ്രകൃതി വിഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നോക്കാം. അപ്പോൾ ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്ന് റിപ്പീറ്റഡായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പി എസ് സി സാധാരണ ചോദിക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ നോട്ട് ഞാൻ നമ്മളെ ടെലിഗ്രാം ചാനലിൽ ആഡ് ചെയ്യാം. അപ്പോൾ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ എല്ലാവർക്കും ഇതിൻ്റെ നോട്ട് കൂടി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരകളിലാണ്? ഈ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരകളിലാണ്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇന്ത്യൻ ഭൂപ്രകൃതിയെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭൂപ്രകൃതിയെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. ഇങ്ങനെയാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയെ 5ആയി തരംതിരിച്ചിട്ടുള്ളത്. ഇനി ഇതിലെ ആദ്യത്തെ ഉത്തരപർവ്വത മേഖലയെ വീണ്ടും 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ഇതിൽ ആദ്യത്തെ ട്രാൻസ് ഹിമാലയത്തിന് നമ്മൾ വീണ്ടും 3 പർവ്വതനിരകളായിട്ടാണ് പറയുന്നത്: കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഈ കാരക്കോറം പർവ്വതനിരകളിലാണ്. അപ്പോൾ ഇത് എവിടെയാണ് വരുന്നത്? ഉത്തരപർവ്വത മേഖലയിലാണ്. ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം പർവ്വതനിരകളിലാണ് ഈ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിലെ രണ്ടാമത്തെ ഹിമാലയത്തെ നമ്മൾ വീണ്ടും 3ആയി തരംതിരിച്ചിട്ടുണ്ട്: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഈ ഹിമാദ്രി എന്ന് പറയുന്നത് ഈ കാഞ്ചൻജംഗ, നന്ദാദേവി കൊടുമുടികളെല്ലാം സ്ഥിതി ചെയ്യുന്നത്, ഈ നദികളുടെ ഉത്ഭവങ്ങളെല്ലാം നടക്കുന്നത് ഹിമാദ്രിയിലാണ്. രണ്ടാമത്തത് ഹിമാചൽ. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം കാണപ്പെടുന്നത് ഹിമാചലിലാണ്. അടുത്ത സിവാലിക്. ഈ ഡ്യൂണുകളായി കാണപ്പെടുന്ന മേഖലകളാണ് ഈ സിവാലിക് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഡെറാഡൂൺ. രണ്ടാമത്തെ ചോദ്യം, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അതാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഭൂപ്രകൃതി 5ആയി തരംതിരിച്ചതിൽ ഈ ഉപദ്വീപീയ പീഠഭൂമിയെയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞാൽ കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ കാണപ്പെടുന്നതാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖല എവിടെയാണ് കാണപ്പെടുന്നത്? കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ. ഈ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ് ഷിംല, ഡാർജിലിംഗ്, കുളു മണാലി തുടങ്ങിയവ. ഇനി രണ്ടാമത്തേത് ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമായ രാജസ്ഥാനിലെ ജയ്സാൽമീർ ഇത് ഉൾപ്പെടുന്നത് ഉത്തര മഹാസമതലത്തിലാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കാറുണ്ട്: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? അത് രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തര മഹാസമതലത്തിലാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അപ്പോൾ അത് ചോദിക്കാറുണ്ട്. ഇതിനു മുമ്പ് പി എസ് സി ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യനാണ്: ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? അതാണ് റാഡ്ക്ലിഫ് രേഖ. നമുക്കതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് മക്മോഹൻ ലൈൻ. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് ഡ്യൂറൻഡ് രേഖ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് പാക് കടലിടുക്ക്. അപ്പോൾ ഇതൊന്നെല്ലാം പഠിച്ചിരിക്കുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന റാഡ്ക്ലിഫ്, ഇന്ത്യ ചൈന മക്മോഹൻ ലൈൻ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറൻഡ് രേഖ, ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇനി രണ്ടാം സ്ഥാനമുള്ളത് തമിഴ്നാടിനാണ്. മൂന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല അത് കണ്ണൂർ ജില്ലയാണ്.
ക്വസ്റ്റ്യൻ 5. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് സ്ഥിതി ചെയ്യുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. അപ്പം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം അതാണ് വിഴിഞ്ഞം തുറമുഖം. ഇതും PSC ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ക്വസ്റ്റ്യൻ 6. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? അതാണ് പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ഇനി അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനം ഏതാണ്? അതാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ബാക്കിയുള്ള ദേശീയോദ്യാനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. ഇവിടെയാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ 7. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അതാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അത് വേമ്പനാട്ട് കായലാണ്. ഈ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലയിലൂടെയാണ്. 8ാമത്തെ ചോദ്യം. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? അതാണ് മംഗളവനം. അപ്പോൾ കണ്ടൽക്കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് മംഗളവനം. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി നഗരത്തിലെ ഹൈക്കോടതിയുടെ അടുത്താണ്.